പല പല കൊലപാതകങ്ങളുടെയും അണിയറയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവും. ആ വ്യക്തിയെ പിന്നീടാണ് പുറലോകത്തോട്ട് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ബാലരാമപുരത്ത് 2 വയസ്സുള്ള കുഞ്ഞുമോളെ കൊന്നതിൻ്റെ പുറകിലും ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി ആദ്യം ട്യൂട്ടോറിയൽ അധ്യാപകനായി വർക്ക് ചെയ്തിരുന്ന പ്രദീപൻ എന്ന് പറയുന്ന ഒരാളാണ്. അയാളിപ്പോൾ ജ്യോതിഷിയും പൂജാരിയും ഉപദേശകനും ഒക്കെയായി മാറിയിരിക്കുന്നു. ആദ്യം ട്യൂട്ടോറിയൽ അധ്യാപകനായിരുന്ന അയാൾ ഖാദികൻ SP കുമാർ എന്ന പേരിലാണ് പിന്നീട് കുറച്ചു കാലം ഉണ്ടായിരുന്നത്. അതിലൊന്നും ക്ലച്ച് പിടിക്കാതെ പിന്നെ മുട്ടക്കച്ചവടത്തിലേക്ക് തിരിഞ്ഞു. അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ ഇടയിൽ ഇയാൾ മുട്ടസ്വാമി എന്ന പേരിലും അറിയപ്പെട്ടിട്ടുണ്ടായി. അതിനുശേഷമാണ് ശംഖുമുഖം ദേവിദാസൻ എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടത്. ഏതായാലും ഈ മോളുടെ അമ്മാവനും അമ്മയായ ശ്രീതുവും ഇയാളുടെ എന്തോ ഒരു ചാരനാണോ ഉപദേശക സമിതിയിലും ഇയാൾക്കുള്ള ഹെൽപ്പൊക്കെയായി കുറച്ചു കാലം അവരുടെ കൂടെ ഉണ്ടായി. അയാൾ എന്തൊക്കെയോ ഉപദേശിച്ചു. അന്ധവിശ്വാസങ്ങൾ എന്തൊക്കെയോ ഇവരുടെ തലച്ചോറിൽ ഇഞ്ചക്ഷൻ ചെയ്ത് വെച്ചതാണോ ഈ കുഞ്ഞിനെ കൊലപാതകം ചെയ്യാനുള്ള കാരണമായത് എന്ന് പോലീസിനിപ്പോൾ സംശയമുണ്ട്. ഏതായാലും ഈ കൊലപാതകത്തിൽ ഇയാൾക്ക് നല്ലൊരു പങ്കുണ്ട്. ഈ മരിച്ച കുട്ടിയുടെ അമ്മ ശ്രീതുവുമായി എന്തൊക്കെയോ ഇടപാട് ഈ ശംഖുമുഖം ദേവിദാസൻ എന്ന് പറയുന്ന ആൾക്കുണ്ട്. ഏതായാലും നെറ്റി നിറയെ ഭസ്മവുമിട്ട് ട്യൂട്ടോറിയൽ പഠിപ്പിച്ചിരുന്ന പ്രദീപൻ പേര് മാറി SP കുമാറും മുട്ടസ്വാമിയും ദേവിദാസനുമായി ഒക്കെ മാറുമ്പോൾ ഇദ്ദേഹം ശരിക്കൊരു ജ്യോതിഷനായിരുന്നോ? അല്ല. പൂജാരിയായിരുന്നോ? അതുമല്ല. എന്തിനാണ് മനുഷ്യന്മാരെ കളിപ്പിക്കാനും അവരെ ചതിക്കാനും വേണ്ടി ഇങ്ങനെയൊരു വേഷം കെട്ടി ആളുകളുടെ തലച്ചോറിലേക്ക് കൂടോത്രവും മന്ത്രവാദവും ഇഞ്ചക്റ്റ് ചെയ്ത് ഓരോ കുടുംബത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഒരു വ്യക്തി ഇങ്ങനെ എന്തിനാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇപ്പോൾ കൂണ് പോലെ പൊട്ടിമുളക്കുന്ന ചില ജ്യോതിഷികളുണ്ട്. ഒരറിവും ഇവർക്കുണ്ടാവില്ല. മുട്ടക്കച്ചവടവും ചെയ്ത് അല്ലെങ്കിൽ ഇറച്ചി കച്ചവടം ചെയ്ത് അങ്ങനെ നിൽക്കുന്ന ഒരാൾ പണം സമ്പാദിക്കാൻ ഏറ്റവും നല്ല മാർഗം ഇതാണെന്ന് കണ്ട് ഇതുപോലുള്ള പല പ്രശ്നങ്ങളുള്ള കുടുംബത്തിലെ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഇവരെ തേടി എത്തുമ്പോൾ നിങ്ങൾക്ക് പണം കൂടുതൽ കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ഇങ്ങനെയൊരു കൂടോത്രം ആരെങ്കിലും ചെയ്തിട്ടുണ്ട്, അത് ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണം കൂടുതൽ കിട്ടും, അല്ലെ നിങ്ങളുടെ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ ഒഴിഞ്ഞു മാറുമെന്ന് പറയുമ്പോൾ ഇവരതിലേക്ക് എത്തിപ്പെടുന്നതാണെന്ന് തോന്നുന്നു. ഏതായാലും ഈ പൊന്നുമോളുടെ കൊലപാതകത്തിലും ഇയാൾക്ക് നല്ലൊരു പങ്കുണ്ട്. ഈ മോളെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടാണോ എന്താണെന്നറിയില്ല. ഏതായാലും ഈ ശ്രീതുവും ഈ മോളെ കൊന്ന ഹരി എന്ന് പറയുന്ന അമ്മാവനും ഇയാളുമായി ഭയങ്കര സഹകരണമായിരുന്നു, എന്തൊക്കെയോ പണം ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഏതായാലും എത്തിപ്പെട്ടല്ലോ ഇയാൾ. ഏതായാലും കേരള പോലീസ് ഇതൊക്കെ കുടഞ്ഞെടുത്ത് എല്ലാ സത്യങ്ങളും പുറത്തു കൊണ്ടുവരുമെന്ന് തന്നെ വിശ്വസിക്കാം. എന്തായാലും ഇനിയെങ്കിലും നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾ ഇതുപോലുള്ള ഒരുപാട് ന്യൂസുകൾ കേൾക്കുമ്പോൾ ഇങ്ങനെയുള്ള കള്ള ജ്യോതിഷികളുടെ അടുത്ത് എത്താതെ എന്തിനാണ് നമ്മൾക്ക് വിധി, ദൈവം തന്ന വിധി, അത് നമ്മൾ അനുഭവിച്ച് തന്നെ തീർക്കണം. ഈ ജ്യോതിഷികൾ എന്തെങ്കിലും പൂജയോ മന്ത്രവാദമോ ചെയ്താലൊന്നും ഇത് മാറുന്നതല്ല. മരണം ആർക്കും തടുക്കാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ ചെയ്ത് കൊലപാതകങ്ങളും ഇതുപോലുള്ള കാര്യങ്ങളും ചെയ്യുന്നത് ഇവരുടെയൊക്കെ ഉപദേശങ്ങൾ കൊണ്ട് അവരതിൽ പെട്ടിട്ടൊരു തരം മയക്കുമരുന്നിനൊക്കെ അടിമയായതുപോലെ ഇവരുടെ ഉപദേശത്തിൽ എത്തിപ്പെടുന്നുണ്ട്. ഏതായാലും ഈ ഒരു കൊലപാതകത്തിൽ ഈ പൂജാരിക്കൊരു പങ്കുണ്ടെങ്കിൽ നിയമം ഇങ്ങനെയുള്ള എല്ലാവരെയും തേടിപ്പിടിച്ച് ഇവരെയൊക്കെ ഒതുക്കേണ്ട സമയം ഒരുപാടായി. കാരണം കേരളം ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എന്തൊക്കെയോ നടക്കുകയാണ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് ചെന്താമര പറഞ്ഞത് കേട്ടില്ലേ? ഒരു ജ്യോതിഷി പറഞ്ഞു ഭാര്യ പിണങ്ങിപ്പോയത് കൂടുതൽ മുടിയുള്ള ഒരു സ്ത്രീ കാരണമാണെന്ന് പറഞ്ഞപ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത ആ സ്ത്രീ ഈ ലോകത്ത് നിന്ന് പോവേണ്ടി വന്നു. സ്ത്രീ മാത്രമോ? ഇപ്പോൾ സ്ത്രീയുടെ ഭർത്താവിൻ്റെ അമ്മയും ആ കുടുംബം ഒന്നാകെ നശിപ്പിക്കാനുള്ള പക മനസ്സിലിട്ടത് ഈ ജ്യോതിഷിയുടെ ഒറ്റയൊരു വാക്കാണ്. അതുപോലെ തന്നെ ഈ കൊലപാതകത്തിലും ഈ ജ്യോതിഷിക്ക് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ ഇതുപോലുള്ള കള്ള ജ്യോതിഷിമാരെയൊക്കെ തെരഞ്ഞു പിടിച്ച് അവരെ ജയിലിനകത്ത് തന്നെ ആക്കണം. ഇനിയെങ്കിലും ഒരു കുടുംബത്തിലും ഇതുപോലുള്ള കള്ള സന്യാസിമാരോ പൂജാരികളോ അങ്ങനെയുള്ള കള്ളന്മാരായിട്ടുള്ള വ്യക്തികളുടെ ഇടപെടൽ മൂലം ഓരോ കുടുംബങ്ങളും നശിച്ചു പോകുന്നു, ആത്മഹത്യയിലേക്ക് എത്തിപ്പെടുന്നു, കൊലപാതകങ്ങളിലേക്ക് എത്തിപ്പെടുന്നു. അല്ലെങ്കിലും മനസ്സിൻ്റെ സമനില തന്നെ തെറ്റി കൂടോത്രമുണ്ട്, മന്ത്രവാദമുണ്ട്, അല്ലെങ്കിൽ അവിടെ കുഴിച്ചിട്ടിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്തൊക്കെ നമ്മൾ സമൂഹത്തിൽ കേൾക്കുന്നു. ഇനിയെങ്കിലും ഇത് ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഓരോരുത്തരും ഇന്നത്തെ ആർക്കും ഒരു വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ
അവിടെയുള്ള കുട്ടികൾക്കിപ്പോൾ വിദ്യാഭ്യാസമുണ്ട്. സമൂഹത്തിൽ ഓരോരുത്തരുമായി ഇടപഴകുന്ന അവരെങ്കിലും വീട്ടിൽ ഇങ്ങനെയുള്ള ഒന്നിനും പോകരുത്. വിധി എന്താണോ അത് അനുഭവിച്ച് തന്നെ തീരുക. പ്രാർത്ഥന, ഏതോ ഒരു അദൃശ്യശക്തി മുകളിലുണ്ട്. അവർ നമുക്ക് തരുന്നത് എന്തായാലും പ്രാർത്ഥനയിൽ കൂടിയും അങ്ങനെ നല്ലതായി ജീവിച്ച് നമ്മുടെ ആ ഒരു കഷ്ടകാലമൊക്കെ മാറും. അല്ലാതെ ഇവർ പറഞ്ഞിട്ട് എന്തേലും കുറച്ച് ഭസ്മം ഇട്ടിട്ടോ അല്ലെങ്കിൽ തീ കത്തിച്ച് പൂജ ചെയ്തതിനെ കൊണ്ടോ ഒന്നും നമ്മുടെ ഗ്രഹചാരവും വിധിയും മാറ്റി എഴുതാൻ ആർക്കും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ വിശ്വസിച്ചിട്ട് എന്തുണ്ടായി? തല തിരിഞ്ഞു പോയ ആ ഒരു ഹരിയും ശ്രീതുവും അമ്മാവനും അമ്മയും കൂടി ആ കുഞ്ഞുമോളുടെ നാളെ അത് വളർന്ന് വന്ന് എന്തൊക്കെ ചെയ്യേണ്ടുന്ന ഒരു കാര്യത്തിലാണ് 2 വയസ്സിൽ തന്നെ ഈ ലോകത്ത് നിന്ന് ഒരു തെറ്റും ചെയ്യാതെ, ഒരു അപകടമോ അല്ലെ ഒരു അസുഖമോ ഒന്നുമല്ലാതെ തന്നെ ഈ ഒരു അമ്മാവൻ്റെ കൈകളായി ഈ ലോകം വിട്ടു പോവേണ്ടി വന്ന ആ കുഞ്ഞുമോള് ഇങ്ങനെയുള്ളൊരു വ്യക്തിയുടെ ഇടപെടലാണോ, അല്ല ഈ അമ്മയുടെയും അമ്മാവൻ്റെയും അവിഹിത ബന്ധത്തിൻ്റെ കാര്യം കൊണ്ടാണോ? എന്തായാലും അത് പോലീസ് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും.